മാമ്പഴക്കാലമല്ലേ, അപ്പം നമുക്കിന്ന് മാങ്ങ വെച്ചിട്ടൊരു ഹൽവ തയ്യാറാക്കാം. അതിന് 2 മാങ്ങ, ഒരു അരക്കപ്പ് പഞ്ചസാര, 1/4 കപ്പ് റവ, പിന്നെ ഒരു 1/4 കപ്പ് നെയ്യ്, പിന്നെ കുറച്ച് അണ്ടിപ്പരിപ്പ്, കുറച്ച് ഏലക്കായ്. മാങ്ങ നമ്മൾ ചെറുതായി കട്ട് ചെയ്തിട്ട് മിക്സിയിലിട്ടിട്ട് നന്നായി അരച്ചെടുക്കണം. പിന്നെ അതിന് ശേഷം ഒരു നല്ല കട്ടിയുള്ളൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് അതിൻ്റെ അകത്ത് കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് അണ്ടിപ്പരിപ്പ് വറുത്തെടുക്കണം. അതിന് ശേഷം അതിൻ്റെ അകത്തേക്ക് നമ്മളെടുത്ത് വെച്ച റവ നന്നായിട്ട് വറുത്തെടുക്കണം. ഒരു ചെറിയ ബ്രൗൺ കളറാകുമ്പോൾ നമ്മൾ അരച്ച് വെച്ച മാങ്ങ അതിൽ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം. നല്ല കട്ടിയായി വരുമ്പോൾ അതിൻ്റെ അകത്തേക്ക് നമുക്ക് പഞ്ചസാര ചേർക്കാം. പഞ്ചസാര ചേർക്കുമ്പം കുറച്ചത് അയഞ്ഞ് വരും. അപ്പം നമ്മളത് നല്ലോണം വഴറ്റിയിട്ട് അത് കട്ടിയായി വരുമ്പോൾ അതിൻ്റെ അകത്തേക്ക് നമുക്ക് നെയ്യ് ഒഴിച്ച് കൊടുക്കാം. നമ്മളെടുത്ത് വെച്ച നെയ്യ് അതിൽ ഒഴിച്ച് കൊടുക്കുക. ഒരുപാട് നെയ്യാണെന്നൊന്നും വിചാരിക്കേണ്ട, ഇത് നന്നായി മിക്സ് ചെയ്യുമ്പം അത് കണക്കാവും. അതിനുശേഷം നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പ് അതിൽ ചേർത്ത് കൊടുക്കുക. നന്നായി മിക്സ് ചെയ്തിട്ട് നമ്മൾ ഒഴിച്ച നെയ്യ് ഉണ്ടല്ലോ, അതിങ്ങനെ ഇതിൽ തെളിഞ്ഞ് വരിക. നമുക്ക് നെയ്യൊന്നും അധികം ഇതിൻ്റെ അകത്ത് വരില്ല, നെയ്യെല്ലാം വേറെ തന്നെ നിൽക്കും. അപ്പോൾ ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ നമ്മൾ അതൊരു പാത്രത്തിലേക്ക് മാറ്റണം. അപ്പോൾ പാത്രത്തിലേക്ക് മാറ്റിയിട്ട് നമ്മൾ നല്ല സെറ്റാക്കി വെച്ചിട്ട് തണുത്ത് കഴിഞ്ഞാൽ നല്ലോണം അതിൻ്റെ ചൂടെല്ലാം നല്ലോണം പോയി കഴിഞ്ഞാൽ നമുക്കൊരു പ്ലേറ്റിലോട്ടത് മാറ്റാം. അപ്പോൾ നമുക്ക് നല്ല മാമ്പഴത്തിൻ്റെ ഹൽവ തയ്യാറായി കിട്ടി. ഇനി നമുക്കത് മുറിച്ചിട്ട് കഴിക്കാം. കുട്ടികൾക്കെല്ലാം ഇഷ്ടപ്പെടും. പക്ഷേങ്കിൽ മാങ്ങ തിരഞ്ഞെടുക്കുമ്പോൾ നല്ല പഴുത്ത മാങ്ങ തിരഞ്ഞെടുക്കണം, അല്ലെങ്കിൽ ചിലപ്പോൾ മാങ്ങേൻ്റെ പുളിയെല്ലാം ഇതിൽ വന്നു പോകും. അപ്പോൾ നല്ല പഴുത്ത മാങ്ങ നോക്കി തിരഞ്ഞെടുത്തിട്ട് എല്ലാവരും ഉണ്ടാക്കി നോക്കുക. നല്ല ടേസ്റ്റാണ്. മാമ്പഴക്കാലത്തല്ലേ ഇതെല്ലാം ഉണ്ടാക്കാൻ പറ്റും. താങ്ക് യു.